Good afternoon. Good afternoon. Good afternoon. ഇന്നലെ നമ്മള് ജനറൽ പ്രോബ്ലംസ് അല്ലേ പറഞ്ഞേ, വായിച്ചിരുന്നു എല്ലാവരും? വായിച്ചല്ലേ? ഓക്കെ. ആരാ സൗണ്ട് വരുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്തത് സ്പെസിഫിക് പ്രോബ്ലംസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അതായത് പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമ്മള് ഒ പിയിൽ കാണുന്നത്, ഒ പി ഡിയിൽ കാണുന്നത് കേട്ടോ. First one, duties undertaken by the auxiliaries are done hurriedly in order to keep pace with the consultation of doctors. This creates inappropriate documentation. അതായത് ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ സഹായ ഉദ്യോഗസ്ഥരെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ. അതായത് ഡോക്ടേഴ്സിനെ കൂടെ നിൽക്കുന്ന സഹായ ഉദ്യോഗസ്ഥരില്ലേ, അതായത് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന സ്റ്റാഫുകളില്ലേ, അവരെന്ത് ചെയ്യും? രോഗികൾ വന്നു കഴിഞ്ഞാല് രോഗികളെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ, അതായത് ഫയലിലൊക്കെ ഇപ്പൊ ഡോക്ടേഴ്സ് നേരിട്ടായിരിക്കില്ല ചിലപ്പോൾ എഴുതുന്നത്, ഇവര് സ്റ്റാഫുകളോട് പറയും ഇന്നത് ഡോക്യുമെന്റ്, അതായത് ഇന്നത് എഴുതാനൊക്കെ പറയും ഫയലില് രോഗികളെ കുറിച്ചുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ മെഡിക്കേഷൻ ആകാം, അല്ലെങ്കിൽ എന്താണ് അവരുടെ കണ്ടീഷൻ ആകാം, റിപ്പോർട്ടുകളാവാം, അതൊക്കെ എന്താണ് രേഖപ്പെടുത്താനായിട്ട് പറയും. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ ഇങ്ങനെയുള്ള ഹെൽപ്പിംഗ് സ്റ്റാഫുകള് ചിലര് തിടുക്കം കാണിക്കും, അതായത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പൊ അങ്ങനെ തിടുക്കം കാണിക്കുമ്പോൾ, അല്ലാണ്ട് സ്പീഡില് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ, നോട്ടൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഫയൽ ഇങ്ങനെ എഴുതുമ്പോൾ എന്താ ഉണ്ടാവുക? പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷന് കാരണമാകാറുണ്ട്. അതായത് ചിലപ്പോൾ, അതായത് ഇപ്പൊ ഡോക്ടർ പറയുന്നത് പകുതി ചിലപ്പോൾ ഇവർ കേട്ടിട്ടുണ്ടാവുള്ളൂ, പകുതി കേട്ടിട്ടുണ്ടാവില്ല. ആ പകുതി വരെ ഉള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവര് ഫയലില് രേഖപ്പെടുത്തുള്ളൂ, ബാക്കി പകുതി ഉണ്ടാവില്ല. അപ്പൊ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുന്ന സഹായ ഉദ്യോഗസ്ഥര് നേരാവണ്ണം എന്താണ്, അതായത് തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇൻഅപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റേഷന് കാരണമാകുന്നുണ്ട്. അതാണ് ഒരു സ്പെസിഫിക് പ്രോബ്ലം. പിടികിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓക്സിലറി സ്റ്റാഫ് സംടൈംസ് മിസ്ബിഹേവ് വിത്ത് ദ പേഷ്യൻസ്. അതായത് ചില സമയത്ത് എന്ത് ചെയ്യുന്നു? ഓക്സിലറി സ്റ്റാഫുകൾ, അതായത് ഈ സഹായ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാരുടെ കൂടെ നിൽക്കുന്ന ഹെൽപ്പിംഗ് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യുന്നു, മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത്. നമുക്ക് തന്നെ അറിയാം, ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് അത്ര ഇതുണ്ടാവില്ല, പക്ഷെ ഡോക്ടർമാരുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഭയങ്കര ജാടയും ഗമയിപ്പിക്കുള്ളൂ. നമുക്കറിയാം അത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിച്ചാൽ തന്നെ ഭയങ്കര ചൂടാവുന്നു നമ്മളോട്, നേരാവണ്ണം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പറഞ്ഞു തരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊരു സ്പെസിഫിക് പ്രോബ്ലം ആണ് കേട്ടോ. അതാണ് മിസ്ബിഹേവ് പേഷ്യൻസ് കേട്ടോ. ഇനി മൂന്നാമത്തേത്, ഇൻ ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പേഷ്യൻസ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഈവൻ ബിഫോർ ഓഫീസ് ടൈം സ്റ്റാർട്ട്സ്, ക്രിയേറ്റിംഗ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ് ഈവൻ ബിഫോർ ദ അറൈവൽ ഓഫ് ഡോക്ടേഴ്സ്. അതായത് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്തത് മൂലം, അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ ആബ്സെൻസ് കൊണ്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് വരുന്നു? ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവര് ക്യൂവില് നിൽക്കുന്നു, അതായത് കുറെ നേരം എന്ത് ചെയ്യുന്നു? കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ്? പേഷ്യൻസ് എത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതായത് ഡോക്ടറിന്റെ കൺസൾട്ടിങ് ടൈം ചിലപ്പോൾ 9:30 അല്ലെങ്കിൽ 10 മണിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 9 മണി, 9:30 ആ ഒരു ടൈമിലായിരിക്കും അവരുടെ കൺസൾട്ടേഷൻ ടൈം. പക്ഷെ ഈ പേഷ്യൻസ് എന്താണ്? രാവിലെ തുടങ്ങി വന്ന് നിൽക്കും. അപ്പോയിന്റ്മെന്റുകൾ ഇല്ലാത്ത ഹോസ്പിറ്റലിന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അവര് രാവിലെ ചിലപ്പോൾ 6 മണിക്കോ 6:30ക്കോ വന്ന് ക്യൂ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ടർമാരെ കാണാനുള്ള OP ടിക്കറ്റ് അവര് എടുക്കുന്നത്. അപ്പോ അതും എന്ത് തന്നെയാണ്? ഒരു സ്പെസിഫിക് പ്രോബ്ലം ആണ് കേട്ടോ, ആബ്സെൻസ് ഓഫ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഇനി നാലാമത്തത്, ഇന്ററപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് നേരാവണ്ണം എന്ത് ചെയ്യാതിരിക്കുക? കൺസൾട്ടേഷൻ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പോ നമ്മള് ഒരു രോഗത്തിനായിട്ട് ഡോക്ടറെ ചെന്ന് കൺസൾട്ട് ചെയ്തു, ഡോക്ടർ മര്യാദയ്ക്ക് നമ്മളെ കൺസൾട്ട് ചെയ്തില്ലെങ്കിൽ, അതായത് നേരാവണ്ണം നമ്മളെ നല്ല രീതിയിൽ പരിശോധിച്ചില്ലെങ്കിൽ എന്താണ്?
നമുക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടുമോ? ഇല്ല. അതുകൂടാതെ എന്തെങ്കിലും ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ചുമയോ അല്ലെങ്കിൽ പനിയോ ഒക്കെ 2 ആഴ്ച അതിൽ കൂടുതലായിട്ട് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ എന്തായാലും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എന്തായാലും ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. ഇൻട്രപ്ഷൻ ഓഫ് കൺസൾട്ടേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. ഇനി 5ാമതെന്ന് പറയുന്നത്, 5th പോയിന്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രൈവസി ആണ് കേട്ടോ. ലാക്ക് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത് എന്താണ്, അതായത് പ്രൈവസിയിലെ അപര്യാപ്തത. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മള് ഡോക്ടറുമായിട്ട് അവരുടെ അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അതായത് നമ്മുടെ ട്രീറ്റ്മെന്റ്, അതായത് നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ്, നമ്മുടെ രോഗം എന്താണെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളായാലും അല്ലെങ്കിൽ എന്താണ് മറ്റ് പേഷ്യൻസ് ആയാലും എന്താണ് അത് കേൾക്കാനായിട്ട് ഇടവരിക. അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂം സജ്ജീകരണം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഡോറുകളും മറ്റും ഇല്ലാതെ കർട്ടനൊക്കെ മാത്രമാണെങ്കിൽ പേഷ്യൻസ് ഡോക്ടറിനോട് പറയുന്നത് എന്താണെന്ന് മറ്റുള്ള പേഷ്യൻസിനും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇപ്പൊ സ്കാൻ ചെയ്യുന്ന റൂമില് അല്ലെങ്കിൽ എക്സ്റേ ചെയ്യുന്ന റൂമൊക്കെ എന്താണ് ഓപ്പൺ ആയി കിടക്കുക. ഓപ്പൺ ആയി കിടക്കുമ്പോ എന്താണ്, നമുക്കത് പേഷ്യൻസിന്റെ പ്രൈവസിയെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൂടാതെ ഈ ഹോസ്പിറ്റലിലുള്ള മറ്റ് സ്റ്റാഫുകൾ പേഷ്യൻസിന്റെ വേറെ ബോർഡ്സ് തെരഞ്ഞുകൊണ്ടിരിക്കുക. അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ് നഴ്സുമാരുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ പേഷ്യൻസിന്റെ പേരോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ട്രീറ്റ്മെന്റോ അറിയേണ്ട ആവശ്യം അവർക്കുള്ളൂ. പക്ഷെ അവരെന്താണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും അല്ലെ. അതായത് ആ പേഷ്യൻസിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ലാക്ക് ഓഫ് പ്രൈവസിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ പേഷ്യൻസ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, പേഷ്യൻസ് ഡോക്ടറിനോട് അവരുടെ രോഗാവസ്ഥ പറയുമ്പോൾ അത് മറ്റു പേഷ്യൻസ് കേൾക്കാൻ ഇടവരിക. അതുകൂടാതെ അത് മറ്റു സ്റ്റാഫുകൾ കേൾക്കാൻ ഇടവരിക. പിന്നെ സ്കാനിങ് റൂം അല്ലെങ്കിൽ എന്താണ് എക്സ്റേ റൂമൊക്കെ എന്താണ് ഓപ്പൺ ആയി കിടക്കുക. പിന്നെ മറ്റ് പേഷ്യൻസിനോട് മറ്റ് സ്റ്റാഫുകൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുക. ഇതൊക്കെ എന്താണ്, പ്രൈവസിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി 6th വൺ എന്ന് പറയുന്നത് ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് ദ ഡോക്ടേഴ്സ്. അതായത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഡോക്ടർമാരുടെ കൈയക്ഷരം എന്ന് പറയുന്നത്, ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് വായിക്കാൻ പറ്റാത്ത ഒന്നാണ് അല്ലെ. അത് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ അതിനുള്ള മെഡിസിൻസ് നമുക്ക് തരാൻ പറ്റുള്ളൂ. നമുക്കത് വായിച്ച് മര്യാദയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതൊരു പ്രോബ്ലം ആണെന്നാണ് പറയുന്നത് കേട്ടോ. ഡോക്ടർമാരുടെ മനസ്സിലാക്കാൻ പറ്റാതെ എലിജിബിൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഇനി പോളിഫാർമസി എന്ന് പറഞ്ഞാല് ഒരു രോഗി, ഒരു പേഷ്യന്റ് ഒന്നിലധികം മരുന്നുകൾ ഇൻടേക്ക് ചെയ്യുക. അതായത് ഒരു രോഗി ഒന്നിലധികം മരുന്നുകൾ കഴിക്കുക ഒരു സമയം തന്നെ. ഇപ്പൊ പേഷ്യന്റ് ചിലപ്പോൾ ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടാവാം, കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടാകാം, പിന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു പേഷ്യന്റിന് പല മരുന്ന് കഴിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, പോളിഫാർമസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ക്യൂസ് ആർ നോട്ട് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. അതായത് ക്യൂകള് നേരാവണ്ണം പാലിക്കുന്നില്ലെങ്കിൽ അതൊരു സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ്. അതായത് ഹോസ്പിറ്റലുകളിൽ എന്താണ്, ഈ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്ത ഹോസ്പിറ്റലുകൾ എന്തായാലും ക്യൂ നിന്നിട്ട് വേണം ആരെ കാണാനായിട്ട്, ഡോക്ടറെ കാണാനും അതുപോലെ ചീട്ടെടുക്കാനും ഒക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട്, അതായത് ക്യൂകൾ നേരാവണ്ണം പാലിക്കുന്നില്ലെങ്കിൽ എന്താണ്, അതും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെ ആണ്. ഓക്കെ. ഇനി 9th പോയിന്റ് എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻസ് ആർ നോട്ട് ഓൾവേസ് അവൈലബിൾ അറ്റ് ഫാർമസി. പിന്നെ എന്താ പറയുന്നത്, അതായത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് ഫാർമസിയിൽ അവൈലബിൾ അല്ലാതിരിക്കുക. ഓക്കെ. പ്രിസ്ക്രൈബ് അതായത് ഇപ്പൊ ഡോക്ടർമാര് കുറിച്ചു തരുന്ന മെഡിസിൻസ് നമ്മൾ ഫാർമസിയിൽ കൊണ്ട് ചെല്ലുമ്പോ എന്താണ്, അത് അവിടെ ഇല്ലാതിരിക്കുക. ഇപ്പൊ നമ്മളിപ്പോ എന്താണ് ഫാർമസിയിലൊക്കെ കുറെ നേരം ക്യൂ നിന്നിട്ടായിരിക്കും ചിലപ്പോ എന്താണ് നമ്മൾ മരുന്നിന്റെ ചീട്ട് അവർക്ക് കൊടുക്കുന്നത് അല്ലെ. കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയാണ് അയ്യോ ഇവിടെ ഈ മരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തായി, നമ്മൾ അത്രയും നേരം വെറുതെ നിന്നത് വേസ്റ്റ് ആയില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്ന ഒന്നാണ്. ഇനി യൂസ് ഓഫ് ട്രേഡ് നെയിം ഓഫ് മെഡിസിൻസ് ബൈ ദ ഡോക്ടേഴ്സ് ക്രിയേറ്റ് കൺഫ്യൂഷൻ ടു പേഷ്യൻസ് വെൻ ഡിഫറെന്റ് നെയ്മഡ് മെഡിസിൻസ് ഓഫ് സെയിം ജനറ ഈസ് സപ്ലൈഡ് ദ പേഷ്യൻസ്. അതായത് ഡോക്ടർമാര് ട്രേഡ് നെയിമുകൾ ഉപയോഗിക്കുന്നു.
മെഡിസിൻസ് അവർ എഴുതുമ്പോൾ അവർ കൂടുതലും ട്രേഡ് നെയിമാണ് ഉപയോഗിക്കുന്നത്. അത് പേഷ്യൻസിൽ എന്തുണ്ടാക്കുന്നുണ്ട്? കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള നെയിമുകൾ, അത് ഒരു മരുന്ന് തന്നെ പലതരത്തിൽ എഴുതുന്ന ഒരു പ്രവണത ആരിൽ കാണാറുണ്ട്? ഡോക്ടേഴ്സിൽ കാണാറുണ്ട്. അപ്പൊ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഈ ട്രേഡ് മെഡിസിൻ ഉണ്ട്, അതുപോലെ ജനറിക് മെഡിസിൻ ഉണ്ട്. രണ്ടും എന്താണെന്ന് നോക്കാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ജനറിക് മെഡിസിൻ ആണ്. ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് അതിൽ, അതായത് ആ ഒരു മെഡിസിനിൽ അതിന്റെ റിയൽ കമ്പോണന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു റിയൽ എലമെന്റ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു മെഡിസിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്, ഈ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാല് അത് കാലങ്ങളായിട്ട്, അതായത് ഒരു 10-20 വർഷം എടുത്തിട്ടായിരിക്കും ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈ ഒരു ജനറിക് മെഡിസിൻ വിഭാഗത്തിൽ പെടുന്ന ഒരു മെഡിസിൻ കണ്ടെത്തുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരസെറ്റമോള്, നിങ്ങൾ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ഒരു വെള്ള കളറിലൊരു പാരസെറ്റമോൾ മേടിച്ച് ഓർമ്മയുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? വൈറ്റ് കളറിലെ പാരസെറ്റമോള് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ട്. ഓക്കെ. അതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കും, ഒരു പാരസെറ്റാമോൾ ഒരു മെഡിസിൻ കേട്ടോ. അതിപ്പോ വൈറ്റ് കളർ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമാജിൻ ചെയ്യും, ഒരു പാരസെറ്റാമോൾ മെഡിസിൻ. ആ ഒരു പാരസെറ്റാമോൾ മെഡിസിൻ എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവരുടെ ഇഫേർട്ടും അവരുടെ ക്യാഷ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മെഡിസിൻ കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ 20 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കണ്ടെത്തുന്നത്. ഇങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ അത് സപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റ്, അതായത് ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് എന്ത് വേണം? അനുമതി വേണം അല്ലെ? അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇതിന് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിലും പുറത്ത് ഇത് അവർക്ക് ഇത് എന്ത് ചെയ്യാനാണ്? സപ്ലൈ ചെയ്യാനായിട്ടുള്ള അനുമതി തേടാനായിട്ട് എന്ത് ചെയ്യും? ഇവര് ഒരു റിക്വസ്റ്റ് അയക്കും അല്ലെ? റിക്വസ്റ്റ് അയക്കുമ്പോൾ എന്ത് ചെയ്യും? അവരവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും? ഇത് ടെസ്റ്റ് ചെയ്യാനും ഇത് ആളുകളിൽ പരീക്ഷിക്കാനായിട്ട്, പരീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഈ മരുന്ന് ഇറക്കുന്നത്. അതായത് രോഗികളിൽ, അതായത് ജനങ്ങളിൽ പരീക്ഷിക്കുന്നതിന് എത്തുന്നതിന് മുമ്പായിട്ട്, അതായത് ആളുകളിൽ ഇത് എത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇത് കുറച്ചുകൂട്ടം ആളുകളിൽ എന്ത് ചെയ്യും? പരീക്ഷിക്കും. പരീക്ഷിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ മരുന്ന് വിൽപ്പനയ്ക്ക് വെക്കുന്നത്. അങ്ങനെ പരീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇത് എന്താ പറയാ, ഒഫീഷ്യലായിട്ട് എന്താ റെക്കഗ്നൈസ് ആളുകൾ, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എന്താണ് ഈ മരുന്ന് വിൽക്കാം എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഗവൺമെന്റുമായിട്ട് എന്ത് ചെയ്യും? പേറ്റന്റ്, അതായത് പേറ്റന്റ് ഒപ്പിടും അല്ലെ? അതായത് ഒരു 10 അല്ലെങ്കിൽ 20 വർഷം, അറ്റ്ലീസ്റ്റ് ഒരു 20 വർഷത്തേക്കായിരിക്കും ഈ പേറ്റന്റ് ഒപ്പിടുക. ഈ പേറ്റന്റ് ഒപ്പിട്ട് കഴിഞ്ഞാല് ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് മാത്രമാണ് ഈ ഒരു മരുന്ന് വികസിപ്പിക്കാനും, അതായത് ഉണ്ടാക്കുവാനും അതുപോലെ സപ്ലൈ ചെയ്യാനുമുള്ള അനുവാദം ഉള്ളൂ. വേറെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയോ വേറെ ഒരു ഓർഗനൈസേഷനോ എന്ത് ചെയ്യാൻ പാടില്ല? ഈ മരുന്ന് ഇതുപോലെ നിർമ്മിക്കാനോ വിൽപ്പനയ്ക്ക് വെക്കാനോ പാടില്ല. അതിനാണ് എന്ത് ചെയ്യുന്നത്? പേറ്റന്റ് സൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു പേറ്റന്റ് സൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാ? അറിയാമോ എന്തുകൊണ്ടാണെന്ന്? എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ചെയ്യുന്നവര് നിർബന്ധം പിടിക്കുന്നേ? അറിയാമോ? എന്തിനാ പേറ്റന്റ് സൈൻ ചെയ്യുന്നേ? അറിയില്ല. അതായത് ഞാൻ പറഞ്ഞു, കാലങ്ങളായിട്ട് എന്താണ്? കാലങ്ങളായിട്ട് കുറെ എഫേർട്ട് എടുത്ത്, അല്ലെങ്കിൽ കുറെ എമൗണ്ട്, കോടിക്കണക്കിന് രൂപയ്ക്ക് ആയിരിക്കും എന്ത് ചെയ്യുക? ഇവർക്ക് നഷ്ടമായിട്ടുണ്ടാവുക ഈ മരുന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവർക്ക് തിരിച്ചു പിടിക്കണ്ടേ? വേണ്ടേ? തിരിച്ചു പിടിക്കേണ്ടവർക്ക് വേണം, തിരിച്ചു പിടിക്കണം. അത് മറ്റുള്ള കമ്പനികൾ ഇത് നിർമ്മിച്ചാൽ അല്ലെങ്കിൽ വിൽപ്പന നടത്തിയാൽ ഇവർക്ക് ഈ എമൗണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെ തിരിച്ചുപിടി ഇവര് ഇപ്പൊ എത്ര ഒരു 100 കോടിയാണ് ഇവര് ചെലവാക്കിയിട്ടുള്ളതെങ്കിൽ ആ 100 കോടി എന്ത് ചെയ്യണം? ഇത്ര വർഷം കൊണ്ട് എന്ത് ചെയ്യണം? ഇവർക്ക് തിരിച്ചു ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേറ്റന്റ് സൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മറ്റൊരാൾ എന്ത് ചെയ്യില്ല? ഈ ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യില്ല. അതിനുള്ള അധികാരം കംപ്ലീറ്റ് ആർക്കാണ്? ഈ ഒരു
കമ്പനിക്കായിരിക്കും. അങ്ങനെ 20 വർഷക്കാലം ഈ പേറ്റന്റ് ഒപ്പിട്ടു. 20 വർഷക്കാലം ഇവര് മാത്രം, ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്, ഇവര് മാത്രമാണ് ഇത് വിൽപ്പന നടത്തിയത്. അങ്ങനെ അവർക്ക് അവര് മുടക്കിയ, അല്ലെങ്കിൽ എന്താണ്, അവര് അതിനുവേണ്ടി മുടക്കിയ പൈസയും അതുപോലെ തന്നെ അതിന്റെ പ്രോഫിറ്റ്, കൂടുതലായിട്ടുള്ള വരുമാനം എന്ത് ചെയ്തു, ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ 20 വർഷം കഴിയുമ്പോൾ പേറ്റന്റ് കാലാവധി അവസാനിക്കും. അങ്ങനെ അവസാനിച്ചു കഴിയുമ്പോഴെന്താണ്, മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഈ മെഡിസിൻ ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനുമായിട്ട് തുടങ്ങും. മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെ തുടങ്ങി കഴിയുമ്പോഴെന്താണ്, ഇതിന്റെ വാല്യൂ കുറയും. പിന്നെ എന്താണ്, ഇത് ജനറിക് മെഡിസിൻ, അതായത് ഇതൊരു ഫോം, അതായത് ഇത് കണ്ടന്റ് ആണ്, ഇത് ആദ്യമായിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്, ഇതിനകത്ത് ബേസ് ഒരു കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത്. ഇനി മറ്റു കമ്പനികള് ഇതേ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട്, ഇതിന്റെ ബേസ് കണ്ടന്റ് എന്ന് പറയുന്നത് പാരസെറ്റമോളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്, ഒരു ബേസ് കണ്ടന്റ് ഉണ്ടാവുമല്ലോ, പാരസെറ്റമോള്. ആ ബേസ് കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മറ്റു കമ്പനികളും 20 വർഷം കഴിഞ്ഞ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും കളറോ അല്ലെങ്കിൽ സ്മെല്ലോ ഒക്കെ ചേർത്തിട്ടായിരിക്കും, പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും ഇത് വിൽക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പാരസെറ്റാമോള് ജനറിക് മെഡിസിൻ ആണെങ്കിൽ പാരസെറ്റാമോളിന്റെ തന്നെ ഡോളോ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാലേ, ഡോളോ ഉണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പുകൾ ഉണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന സിറപ്പുകള്, അതൊക്കെ പല സ്മെല്ലിലും അതുപോലെ കളേഴ്സിലൊക്കെ നമുക്ക് ലഭ്യമല്ലേ. അപ്പൊ അതൊക്കെ എന്താണ്, മറ്റു കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു ഗുളികക്ക് തന്നെ, ഇപ്പൊ പാരസെറ്റാമോൾ എന്ന് പറയുന്ന ആ ഒരു ടാബ്ലറ്റിന് തന്നെ പലതരത്തില് പേരുകൾ ഉണ്ടെങ്കിൽ അതെന്തായി, ട്രേഡ് മെഡിസിൻ ആയിട്ടോ. മനസ്സിലായോ? അങ്ങനെ പല കമ്പനികൾ എന്ത് ചെയ്യും, ട്രേഡ് മെഡിസിൻ, അതായത് ട്രേഡ് മെഡിസിൻ, അതായത് ഈ ഒരു കണ്ടന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ പല മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ഡോക്ടേഴ്സ് എന്താ ചെയ്യുക, ഡോക്ടേഴ്സിന്റെ അടുത്ത് എന്താണ്, ഡോക്ടേഴ്സ് കൂടുതലും ട്രേഡ് നെയിമുകളാണ് ഉപയോഗിക്കുക അല്ലെ. അവരുടെ അടുത്ത് റെപ്രസെന്റേറ്റീവ് വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ, റെപ്രസെന്റേറ്റീവ് വരും, അവരുടെ കമ്പനിയുടെ മരുന്ന് രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറയും അല്ലെ ഡോക്ടറോട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പൊ അവർക്ക് എന്ത് ചെയ്യും, സാമ്പിള് കൊടുക്കില്ലേ, കണ്ടിട്ടില്ലേ, റപ്പുമാര് സാമ്പിള് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ മരുന്നുകള് ഡോക്ടർ ഏതാണ്, ഇപ്പൊ ശരിക്കും പാരസെറ്റമോൾ കണ്ടന്റ് ഫോം ആയിരിക്കില്ല ഡോക്ടർ നമുക്ക് എഴുതി തരുന്നേ, അവര് പറയുന്ന ആ ട്രേഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഡോളോ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാരസെറ്റമോളിന്റെ ഗുളികയായിരിക്കാം, അങ്ങനെ നമുക്ക് എഴുതി തരും. അപ്പൊ ഇങ്ങനെ എഴുതി തരുമ്പോൾ നമ്മ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ വേറെ ഇതിന്റെ, ഇപ്പൊ ഡോളോയുടെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ്, പാരസെറ്റമോൾ കഴിച്ചാൽ മതി, എന്തിനു ഡോളോ എഴുതി തന്നെ എന്ന് നമ്മൾ വിചാരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ്, ഈ പേഷ്യൻസ് അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവർ കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, എന്താണ് ഈ ജനറിക് മെഡിസിൻ, എന്താണ് ഈ ട്രേഡ് മെഡിസിൻ കേട്ടോ. ജനറിക് മെഡിസിൻ ഓൾവേസ് കോസ്റ്റ് കുറവായിരിക്കുള്ളൂ. ആ ഒരു 20 വർഷക്കാർ പേറ്റന്റ് കാലാവധിയിലാണ് അതിന് എന്ത് കിട്ടുന്നത്, നല്ല രീതിയിലുള്ള എമൗണ്ട് വരുന്ന ആ മരുന്നിനൊക്കെ. നിങ്ങളിപ്പോ കേട്ടിട്ടില്ലേ, അതായത് ചില ഇഞ്ചക്ഷൻ, ചില മരുന്നുകൾക്കൊക്കെ ഭയങ്കര ലക്ഷങ്ങൾ വിലയാകുന്നൊക്കെ. ഇപ്പൊ ചില രോഗങ്ങൾ ബാധിച്ചവർക്കൊക്കെ എന്താണ്, ആ മെഡിസിൻ ഇപ്പൊ ഇത്ര ലക്ഷം രൂപയുടെ മെഡിസിൻ കിട്ടിയാൽ മാത്രമേ അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നില്ലേ. അത് ആ ഒരു കമ്പനിക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ ഒരു മരുന്ന് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ, ഒരു പേറ്റന്റ് ഉണ്ടാവും അവർക്ക്. അത് ഇത്ര വർഷം കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, മറ്റുള്ളവരെ നിർമ്മിച്ച് അതിന് വില കുറയുള്ളൂ. പിന്നെ അതിന്റെ എമൗണ്ട് ഇത് വരും, കുറഞ്ഞു വരും, ആ മെഡിസിന്റെ വില കുറയും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവുക. ഒരാളാണ് ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല, എക്കണോമിക്സിൽ എങ്ങനെയാണ് അല്ലെ. അതായത് കുറച്ച് സാധനങ്ങൾക്ക് എപ്പോഴും ഡിമാൻഡ് കൂടും, കൂടുതൽ സാധനങ്ങൾക്ക് എപ്പോഴും എന്താണ്, ഡിമാൻഡ് കുറയാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു പോളിസിയാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ. ഇനി നോ ക്ലിയർ അഡ്വൈസ് അബൌട്ട് വെൻ ഹൗ ലോങ് ടു ടേക്ക് ദ മെഡിസിൻ. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കണ്ടീഷൻ പറയുമ്പോൾ നമ്മൾക്ക് അവർ മരുന്ന് കുറിച്ച് വരുമല്ലോ. അപ്പൊ അവർ പറയുന്നില്ല എത്ര നാൾ ഈ മരുന്ന് നമ്മൾ കഴിക്കണം എന്ന് മര്യാദയ്ക്ക് അവർ നിർദ്ദേശിക്കുന്നില്ല. ചിലവര് നിർദ്ദേശിക്കാൻ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് കൺസൾട്ട് ചെയ്യാൻ പറയും, വീണ്ടും വരാൻ പറയും. പക്ഷെ എന്താണ്, കൂടുതലും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് എത്ര നാള് കറക്റ്റ് ആയിട്ട് ഈ മരുന്നുകൾ കഴിക്കണം എന്ന് പറയുന്നില്ല. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇനി അടുത്തത് 12th പോയിന്റ്, സംടൈംസ് റോങ് മെഡിസിൻസ് ആർ ഗിവൺ ബൈ ദ ഫാർമസിസ്റ്റ്. ഇനി ചില സമയത്താണെങ്കിൽ തെറ്റായ മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമസിസ്റ്റ് കൊടുക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആയിട്ട് കാണാറുണ്ട് കേട്ടോ. തെറ്റായ മരുന്നുകള് ഫാർമസിസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇൻസഫിഷ്യന്റ് ആൻഡ് അൺക്ലീൻഡ് ടോയ്ലറ്റ്സ്. അതുകൂടാതെ പിന്നെയുള്ള ഒരു പ്രോബ്ലം ആണ് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ടോയ്ലറ്റുകൾ എന്താണ്, OPD-യിലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ.
ഇനി പറയണ്ടല്ലോ, ഇത് വായിച്ചാൽ മനസ്സിലാവൂല്ലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി അടുത്തത് മെത്തേഡ്സ് ടു സോൾവ്. എന്തൊക്കെയാണ് ഇത്, അതായത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് മാറ്റാനുള്ള, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഇതിനുള്ള പ്രശ്നപരിഹാരം, അതായത് നമ്മളിപ്പോ ഇത്രയും പ്രോബ്ലംസ് പറഞ്ഞതില് എന്തൊക്കെ രീതികൾ കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് കേട്ടോ പറയുന്നേ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആഡിക്വേറ്റഡ് ഡയറക്ഷണൽ സൈൻ ആണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ആരോ മാർക്കുകൾ കണ്ടിട്ടില്ലേ, ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടത്. അങ്ങനെയുള്ള സൈനുകളാണ് എന്ത്, ഈ ഡയറക്ഷണൽ സൈൻ എന്ന് പറയുന്നത്. അതെന്തായാലും ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ, ആഡിക്വേറ്റഡ് ഡയറക്ഷണൽ സൈൻ. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ക്വിക്ക് കമ്പ്യൂട്ടറൈസ്ഡ് രജിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് കീപ്പിംഗ് ഫോർ ക്വിക്ക് റിട്രീവൽ. അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യണം, രോഗികളുടെ ഫയലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്വിക്ക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, അത് പെട്ടെന്ന് തന്നെ വീണ്ടെടുക്കാനുള്ള സൗകര്യം എന്തുണ്ടായിരിക്കണം, ആ ഹോസ്പിറ്റൽ, ആ OPD ഉണ്ടായിരിക്കണം. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി പർപ്പസ് ഫ്രീ കളക്ഷൻ സോൺ. അതായത് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും OPD എന്തുണ്ടാവുക, ഫീ കളക്ഷൻ സോൺ ഉണ്ടാവുക. കാരണം ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും മിക്കപ്പോഴും ഫീ കളക്ട് ചെയ്യുന്നത്. അപ്പൊ രോഗികൾ എന്ത് ചെയ്യും, അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കും അല്ലെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 3ഉം 4ഉം ഫീ കളക്ഷൻ ഏരിയകൾ ഉണ്ടെങ്കിൽ എന്താണ്, കുറച്ചുകൂടി എന്താണ്, രോഗികൾക്ക് സുഗമമായിട്ട് എന്ത് ചെയ്യും, പിന്നെ ഫീ അടച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആസ് പെർ പേഷ്യന്റ് വോളിയംസ്. അതുപോലെ തന്നെ എന്താണ്, പേഷ്യന്റിന്റെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ളത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ഇൻസഫിഷ്യന്റ്, നമ്മൾ ആദ്യമേ പറഞ്ഞുള്ള ഒരു ജനറൽ പ്രോബ്ലം ആണ് ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ് എന്ന് പറയുന്നത്. അപ്പോ രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യുക, ഡോക്ടർമാരുടെ എണ്ണം ഉണ്ടായിരിക്കുക. ഇനി ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് രോഗികൾ എന്താണ് ക്യൂ നിൽക്കാൻ ഇടവരാതെ എന്ത് ചെയ്യണം, ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഉണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ആ ടോക്കൺ വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, നമുക്ക് അവിടെ ചെന്ന് നിന്നാൽ മതി അല്ലെ. അല്ലാത്ത സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ട്, ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകളോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ആ സമയം കൊണ്ട് എന്ത് ചെയ്യാം, ചെയ്ത് വരാം. നമുക്കൊരു പ്രത്യേകം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കുറെ സമയം നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യകത ഇല്ല, ടോക്കൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെ. ഓക്കെ. ഇനി മൾട്ടിപ്പിൾ ബ്ലഡ് കളക്ഷൻ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് സ്റ്റാഫിംഗ് ദം ബേസ്ഡ് ഓൺ നീഡ്സ്. അതുകൂടാതെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഫീ കളക്ഷൻ സോൺ എന്ന് പറയുന്നത് 3ഓ 3ൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതുകൂടാതെ എന്താണ് പറയുന്നത്, ബ്ലഡ് കളക്ഷൻ, അതായത് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ്, പിന്നെ സ്റ്റാഫുകളുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ഇപ്പൊ ബ്ലഡ് കളക്ഷൻ സോൺ ആയാലും നമ്മുടെ രോഗനിർണയം ബന്ധപ്പെട്ട്, അതായത് നമുക്ക് രോഗം കണ്ടുപിടിക്കുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനാ ലാബുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് 3ഉം 4ഉം ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, രോഗികളുടെ തിരക്ക് അവിടെ അനുഭവപ്പെടാതെ ഇരിക്കും. അതാണ് പറയുന്നത്. ഇനി adequate seating capacity, entertainment with TV, magazine or health education measures through leaflets, posters, magazine. ഇന്നത്തെ പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി എന്തായാലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താണ് അതായത് കൂടുതൽ നമ്മൾ എന്താണ് ഇതാവുമല്ലേ, ഒന്നാമത് നമ്മള് ഒരു വീക്കായിട്ടുള്ള കണ്ടീഷനിലാണ് അവിടെ ചെല്ലുന്നത്. നമ്മുടെ മെന്റൽ കണ്ടീഷൻ വീക്ക് ആയിരിക്കും, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ TV ഉണ്ടായിരിക്കണം അല്ലെ. മിക്കവാറും ഹോസ്പിറ്റലുകൾ നമ്മൾ കാണാറുണ്ട്, നമ്മള് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള ഏരിയയിൽ ഇരിക്കുമ്പോൾ എന്താണ്, അവിടെ TV ഉണ്ടാവും എന്തായാലും. അപ്പൊ നമുക്ക് എന്റർടൈൻ ചെയ്യാം. അതുകൂടാതെ മാഗസീൻ, നമുക്ക് വായിക്കാനുള്ള മാഗസീൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ മെസ്സേജ്, ലീഫ്ലെറ്റ്സ്, പോസ്റ്റേഴ്സ്, മാഗസീൻ. പിന്നെ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റേഴ്സ്, അതുപോലെ ലീഫ്ലെറ്റ്സ്, മാഗസീൻ ഒക്കെ എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റൽ OPD ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി സ്ക്രീനിങ് ഓഫ് OP ബൈ ജൂനിയർ ഡോക്ടേഴ്സ്, അതായത് ജൂനിയർ ഡോക്ടർമാരുടെ OP ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ജൂനിയർ ഡോക്ടേഴ്സിന്റെ OP ഇവിടെ പറയുന്നത്, അതായത് നമ്മളിപ്പോ മെഡിക്കൽ കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ജൂനിയർ ഡോക്ടർമാരെ ആയിരിക്കും. ജൂനിയർ ഡോക്ടർമാരെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഏത് ഡോക്ടറെയാണ് കറക്റ്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതെന്ന്.
ചിലപ്പോൾ ചില പേഷ്യൻസിന് എന്ത് അറിയുന്നുണ്ടാവില്ല ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും ഏത് ഡോക്ടറെയാണ്. ചില ന്യൂറോയുമായി ബന്ധപ്പെട്ട് ഇപ്പോ ന്യൂറോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖമാണെങ്കിൽ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ന്യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ന്യൂറോ സർജൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും രണ്ടുപേരിൽ ഒരാളെ നമുക്ക് എന്തായാലും കാണണം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഒരു ജൂനിയർ ഡോക്ടറിന്റെ സ്ക്രീനിങ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അതാണ് പറയുന്നത്. ഇനി ക്യൂയിങ് തിയറി ഈസ് എ സയന്റിഫിക് ആൻഡ് മാത്തമാറ്റിക്കൽ വേ ഓഫ് സോൾവിംഗ് പ്രോബ്ലം ഓഫ് ഓവർ ക്രൗഡിങ്. അതുകൂടാതെ എന്താണ് ക്യൂയിങ് തിയറി, അതായത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ക്യൂ നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ വേയിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യണ്ടേ, അത് സോൾവ് ചെയ്യേണ്ടത്. അതായത് ഓവർ ക്രൗഡഡ് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ആ ഒരു ക്യൂയിങ് തിയറി പാലിച്ചാൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റലുകളിൽ തിരക്കുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അവോയ്ഡ് ക്യൂ ജമ്പിങ്, ദ ആക്ട് ഓഫ് ഗോയിങ് അഹെഡ് ഓഫ് അതർ പീപ്പിൾ, വെയിറ്റിംഗ് ഇൻ എ ലൈൻ സംതിങ് ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് വൺസ് ടേൺ. അതായത് ക്യൂ ജമ്പിങ് ഒഴിവാക്കുക, ക്യൂ ജമ്പിങ് ഒഴിവാക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലുകളിൽ ക്യൂ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇടയിൽ കയറി വന്ന് നിൽക്കും, അല്ലെങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് എന്ത് ചെയ്യും, ഡോക്ടറെ ചെന്ന് കാണും അല്ലെ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കാനാണ് ഇവിടെ പറയുന്നത്. ഇനി മെയിൻറ്റെയിൻ പങ്ക്ച്വാലിറ്റി, അതായത് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യതയോടുകൂടി, അത് നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, OPD വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. ഇനി റിഡ്രസൽ ഓഫ് ഗ്രിവൻസസ്, അതായത് പരാതി പരിഹാരം. അതായത് എന്തെങ്കിലും കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, രോഗികൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുക എന്നാണ് പറയുന്നത്. ഇനി പ്രോപ്പർ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അതായത് പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്തായാലും എവിടെ ഉണ്ടായിരിക്കണം, ഈ ഒരു OPD ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ പറയുന്നത്, നമ്മൾ ആദ്യം സ്പെസിഫിക് പ്രോബ്ലംസ് പറഞ്ഞു, അതുകൂടാതെ അതിനെ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു OPD കെപ്റ്റ് ചെയ്യുന്നത്, അതായത് സൂക്ഷിക്കുന്നത് കേട്ടോ. എന്തൊക്കെ ക്ലിനിക്കൽ റെക്കോർഡ്സ് ആണ് നമ്മൾ OPD സൂക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് OPD രജിസ്ട്രേഷൻ ഫോം ആണ് കേട്ടോ. OPD രജിസ്ട്രേഷൻ ഫോം ആണ് ആദ്യത്തെ. അതായത് നമ്മൾ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ OPD എന്തുണ്ടാവും, ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ടാവും അല്ലെ. നമ്മുടെ എന്തൊക്കെയായിരിക്കും അതിനകത്ത് രേഖപ്പെടുത്തുക, നമ്മുടെ പേര് എഴുതി കൊടുക്കും, അതുകൂടാതെ നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ വയസ്സ്, നമ്മുടെ ജെൻഡർ, നമ്മുടെ ഫോൺ നമ്പർ ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫോം ആയിരിക്കും അത്. അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇനി അഡ്മിഷൻ ഫോം, ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിന് വേറൊരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ കൊടുക്കാനായിട്ട്. പിന്നെ മെഡിക്കേഷൻ റെക്കോർഡ്, അതായത് നമ്മുടെ മെഡിസിൻസ് എന്തൊക്കെയാണ്, നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് എന്തൊക്കെയാണ്, കഴിച്ചിരുന്ന മെഡിസിൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു റെക്കോർഡാണ് എന്ത്, മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി ട്രീറ്റ്മെന്റ് റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടാണോ നമ്മൾ വന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് തരുന്ന ചികിത്സകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന റെക്കോർഡാണ് ട്രീറ്റ്മെന്റ് റെക്കോർഡ്. ഇനി ഇൻവെസ്റ്റിഗേഷൻസ് റെക്കോർഡാണ്, അതായത് നമ്മുടെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന റെക്കോർഡാണ് എന്ത്, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി കൺസെന്റ് ഫോംസ് ആണ്, അതായത് നമ്മൾക്കിപ്പോ എന്തെങ്കിലും എമർജൻസി ആയിട്ടൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മളെ എമർജൻസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വന്നു, അതായത് ഡിസ്ചാർജ് ആയി പോകുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കൺസെന്റ് അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഒരു കൺസെന്റ് ഫോം അവിടെ ഉണ്ടാവും. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ റെക്കോർഡുകളാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് OPD എന്തൊക്കെയാ കീപ്പ് ചെയ്യുന്നേ? OPD registration form, admission form, medication form, treatment record, investigations record, consent form. Okay. Any every hospital must maintain the medical records relating to his/her indoor patients or a period of 3 years from the date of commencement of the treatment. അതായത് എല്ലാ ഹോസ്പിറ്റലുകളിലും എന്താണ്, ഇൻഡോർ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് 3 years വരെ കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. രോഗി അവിടെ അഡ്മിറ്റ് ആയ ഡേറ്റ് മുതൽ 3 years വരെ അയാളുടെ രേഖകൾ, അതായത് അയാളുടെ ഫയല് റെക്കോർഡുകൾ എന്ത് ചെയ്യണം, ആ ഒരു ഹോസ്പിറ്റലിൽ
കീപ്പ് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ, അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. എല്ലാ ഹോസ്പിറ്റലിലും പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ആള് കിടന്ന ടൈം തുടങ്ങി 3 വർഷം വരെ കേട്ടോ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാല് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് ആണ് കേട്ടോ പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് ഫസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇതൊരു OPD, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. അവരുടെ ജോലി വിവരങ്ങൾ, അവരുടെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD, അതായത് OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു OPD അസിസ്റ്റന്റ് ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഡയറക്റ്റിംഗ് പേഷ്യൻസ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ, അതായത് ഒരു പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യാൻ, നയിക്കാനായിട്ട് ആര് സഹായിക്കുന്നു? ഈ ഒരു OPD അസിസ്റ്റന്റ് സഹായിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരാവണ്ണം, അതായത് അവർ പോകേണ്ട സ്ഥലം, ഏരിയ കറക്റ്റ് ആയിട്ട് അറിയുന്നില്ലെങ്കിൽ ഈ OPD അസിസ്റ്റന്റ് ആണ് ആ പേഷ്യന്റിനെ ഒരു സ്ഥലത്ത് നിന്ന് അയാൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. ഇനി ചില കേസുകളിൽ ചില പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഭാഷ, അതായത് നമ്മുടെ ഇപ്പൊ റീജിയണൽ ലാംഗ്വേജ് അല്ലെ, കൂടുതൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്താണ് റീജിയണൽ ലാംഗ്വേജ് മലയാളം അല്ലെ, മലയാളം അറിയുന്നില്ല എങ്കിൽ എന്താണ് ആൾക്ക് എന്താണ് ആളുടെ ഭാഷയിൽ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആര് തന്നെയാണ്? OPD അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ എന്താണ് നമ്മുടെ നാട്ടിൽ എന്താണ് ബംഗാളികളും ബീഹാറികളും ആസാമീസ് ഒക്കെ കൂടുതലായിട്ടില്ലേ? അവരൊക്കെ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ വരുമ്പോ എന്താണ് അവർക്ക് നമ്മുടെ മലയാളം അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, അവരുടെ ഭാഷയിൽ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഹിന്ദി അറിയാവുന്ന ആളുകൾ ഉണ്ടാവും ഹോസ്പിറ്റലിൽ, ഹിന്ദിയിൽ എന്ത് ചെയ്ത് കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? ഈ ഒരു OPD അസിസ്റ്റന്റ് ആണ്. കൂടാതെ വിദേശ അറബികളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ വരും. അപ്പൊ അവർക്ക് എന്താണ് അവരുടേതായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഈ ഒരു OPD അസിസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ ഭാഷ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഇനി പാസിംഗ് കേസ് ഷീറ്റ് ടു ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. പിന്നെ എന്താണ് കേസ് ഷീറ്റുകൾ, അതായത് പേഷ്യന്റ് കേസ് ഷീറ്റുകളും മറ്റും മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു പാസ് ചെയ്യുന്നത് ഈ ഒരു OPD അസിസ്റ്റന്റ് ആണ്. ഇനി എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ് ലൈക്ക് മെഡിസിൻസ്, ട്രീറ്റ്മെന്റ് ആൻഡ് റീസൺ ഫോർ വെയിറ്റിംഗ് ടു ദ പേഷ്യൻസ്. പിന്നെന്താ പറയുന്നേ, അതായത് ബേസിക് ഡീറ്റെയിൽസ്, അതായത് പേഷ്യന്റിന്റെ മെഡിസിനെ കുറിച്ച്, അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, പിന്നെ എന്താണ് ഇപ്പൊ കുറച്ച് കൂടുതൽ നേരം അവർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന ആ ഒരു റീസൺ, ചിലപ്പോൾ ഡോക്ടേഴ്സ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പൊ കറക്റ്റ് റീസൺ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ ഒരു OPD അസിസ്റ്റന്റ് ആണ്. അപ്പൊ എന്താണ് ബേസിക് ഡീറ്റെയിൽസ് ആണ്, ലൈക്ക് മെഡിസിൻസ്, ട്രീറ്റ്മെന്റ്, റീസൺ ഫോർ വെയിറ്റിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് ഈ ഒരു OPD അസിസ്റ്റന്റ് ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്, അതായത് പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യുക കേട്ടോ. പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു OPD അസിസ്റ്റന്റ് ആണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ഇപ്പോ പുതിയ ഒരു, അതായത് ആ ഹോസ്പിറ്റലിൽ ഇതുവരെ വന്നിട്ടില്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ അയാൾ ഒരു പുതിയ ഇതാണല്ലേ, ഒരു പുതിയ റെക്കോർഡ് അയാൾക്ക് അവിടെ ഓപ്പൺ ചെയ്യണം. അത് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു OPD അസിസ്റ്റന്റ് ആണ്. ഇനി എൻഷുവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതായത് പേഷ്യന്റ് അവിടെ വരുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ തിരിച്ചു പോകുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ ഒരു OPD അസിസ്റ്റന്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ ഒന്ന് പറഞ്ഞ എന്തൊക്കെയാ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ എന്തൊക്കെയാ വരുന്നേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ ജോബ് ഡിസ്ക്രിപ്ഷൻ. Arrangements of necessary instruments for OPD, directing patients from one place to other place inside the hospital, translating in case of requirement, passing case sheets to other departments, explaining basic details, assist to open new medical record, ensure customer satisfaction. Okay.
ഇനി ഇതിവിടെ നോക്കിയാൽ നിങ്ങൾ എക്സാമ്പിൾ ഓഫ് രജിസ്ട്രേഷൻ സിസ്റ്റം, ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നേ. കണ്ടോ എന്തൊക്കെയാ അതിനകത്ത് ഡീറ്റെയിൽസ് ഉള്ളത് നോക്കിയേ. എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ളത്? പേഷ്യന്റ് ഐ ഡി കണ്ടോ, പേഷ്യന്റ് ഐ ഡി ഉണ്ട്, പേഷ്യന്റ് ഐ ഡി. പിന്നെന്താണ്? രജിസ്ട്രേഷൻ ഡേറ്റ് കണ്ടോ, രജിസ്ട്രേഷൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഓക്യുപ്പേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡ്രസ്, സിറ്റി, കൺട്രി, പിന്ന്, കോണ്ടാക്ട് നമ്പർ, ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ്, ഡിപ്പാർട്ട്മെന്റ്, കൺസൾട്ടർ നെയിം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മളൊരു പുതുതായിട്ടൊരു രജിസ്റ്റർ അല്ലെങ്കിൽ എന്തൊരു പേഷ്യന്റ് വന്നു ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങള് ആണ് നമ്മള് രജിസ്ട്രേഷൻ ഇതില് ഫീഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഇതാക്കുന്നത് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. അപ്പൊ അയാളെ കുറിച്ചിട്ട് പറയാം. ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കാം. എ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഓൾസോ നോൺ ആസ് എ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ഹു എസെൻഷ്യലി റീഡ്സ്. അതായത് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാല് ഒരു ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇയാള് വർക്ക് ചെയ്യുന്നത് കസ്റ്റമർ സർവീസ് സെന്റേർഡ് ആയിട്ടാണ്. ഓക്കെ, അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിനോട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരിലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ്, അവർക്ക് കൊടുക്കുന്ന സേവനങ്ങളിൽ സെന്റേർഡ്, അതായത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നത് കേട്ടോ. അതായത് കസ്റ്റമർ സർവീസ് ആയിട്ടുള്ള വർക്കാണ് ആരുടെ? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് ആർ അവൈലബിൾ ടു അസിസ്റ്റ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് ബൈ ആൻസറിംഗ് ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലെയിനിങ് ഹോസ്പിറ്റൽ പോളിസീസ്, കസ്റ്റമർ സർവീസ് ആൻഡ് ഹെൽപ്പിംഗ് ടു റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ സർവീസസ്. അതായത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്നു, അതായത് അവിടെ വരുന്ന പേഷ്യൻസിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫാമിലീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അവര് സഹായിക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? അതായത് ഇപ്പൊ പേഷ്യന്റ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ട്, അതുകൂടാതെ ഹോസ്പിറ്റലിന്റെ പോളിസികൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? അതായത് ഹോസ്പിറ്റലുകളിൽ, അതായത് പല ഹോസ്പിറ്റലുകളിലും പല പോളിസികളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവർ പറയും ഈ ഹോസ്പിറ്റലിൽ ഇന്നതാണ് പോളിസി, ഈ പോളിസി അനുസരിച്ചിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടക്കുന്നത് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള പോളിസികളും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. ഇനി കസ്റ്റമർ സർവീസ് ആൻഡ് ഹെൽപ്പിംഗ് ടു റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ സർവീസസ്. അതുപോലെ തന്നെ എന്താണ്? എന്തെങ്കിലും, അതായത് ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? കസ്റ്റമർ സർവീസ് സെന്റേർഡ് ആയിട്ട് പരിഹരിച്ചു കൊടുക്കുന്നു. ആ പ്രോബ്ലംസിന് പരിഹാരം കാണുന്നത് ആര് തന്നെയാണ്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെയും ഫാമിലിയെയും സഹായിക്കുന്നുണ്ട്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട്, ഹോസ്പിറ്റലിലെ പോളിസികൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നത്. കിട്ടിയോ? ആദ്യത്തെ പോയിന്റ് കിട്ടിയോ? ഓക്കെ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് അറ്റൻഡ് ടു എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ്, കസ്റ്റമേഴ്സ് ഓർ ഫോറിൻ പേഷ്യൻസ് റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ആൻഡ് എവറിത്തിങ് എൽസ്. അതായത് എന്താ ചെയ്യുന്നേ? അതായത് എൻക്വയറീസ് നടത്തുന്നു. അതായത് ഇപ്പോ ഗസ്റ്റുകളോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോ പുറത്തുനിന്ന്, അതായത് ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ പേഷ്യൻസ് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പേഷ്യൻസ് ആണെങ്കിലോ, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആണെങ്കിലോ, അവരുടെയൊക്കെ എന്താണ് അന്വേഷണങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് ആരാണ്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതാണ് അറ്റൻഡ് ടു എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ്. ഗസ്റ്റുകളുടെ റിക്വസ്റ്റ് പരിഗണിച്ച് അവർ ചോദിക്കുന്ന അന്വേഷണങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നത് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക്
if adequate welcome facilities are available for everyone whose arrival is on the list. ഇനി എന്താണ്, അതായത് ഇപ്പോ ധാരാളം പേഷ്യൻസ് വരുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ അല്ലെ. പലതരത്തിലുള്ള പേഷ്യൻസ് വരാം അല്ലെ, നോർമൽ ആയിട്ട്, അതായത് സാധാരണ ഉള്ള ആളുകൾ വരാം, VIPs വരാം, പുറത്തു നിന്നുള്ള ആളുകളൊക്കെ വരാം, വിസിറ്റേഴ്സ് വരാം, റെപ്രസെന്റേറ്റീവ്സ് വരാം, മറ്റു ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വരാം. അപ്പൊ ആര് തന്നെ ആയാലും അവർക്ക് വേണ്ടിയിട്ടുള്ള വെൽക്കം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. വെൽക്കം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് attend to VIPs, very important person with more attention. പിന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, VIP-കൾ ഉണ്ടല്ലോ, ഇപ്പൊ എന്താണ്, രാഷ്ട്രീയ തലത്തിലിരിക്കുന്ന ആളുകളുണ്ട്, കലാകായിക രംഗങ്ങളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ എന്താണ്, ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അല്ലെ, VIPs-കളാണ് അവരൊക്കെ. അപ്പൊ VIP-കൾക്ക് എന്ത് കൊടുക്കണം? പ്രത്യേക ശ്രദ്ധ കൊടുത്തിട്ട് അവരെ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. അപ്പൊ നോർമലി ഉള്ള ആളുകളെക്കാളും VIP-കൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അല്ലെ, നമ്മൾക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാല് VIP-കളൊക്കെ ആണെങ്കിൽ എന്താണ്, അവരെന്ത് ചെയ്യും? അവർ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? വേണ്ടല്ലേ, ക്യൂ നിൽക്കണ്ടല്ലേ. അവര് വരുന്നത് നമ്മൾ അറിയില്ല, പോണതും അറിയില്ല അല്ലെ. അങ്ങനെയല്ലേ അവരുടെ വരവും പോക്കും എന്ന് പറയുന്ന. കാരണം വളരെ കെയർ ചെയ്ത് വളരെ സുരക്ഷിതമായിട്ടാണ്, സേഫ് ആക്കിയിട്ടാണ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. അവർ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ തിരികെയും പോകും. യാതൊരു എന്താ പറയാ, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും എന്തുണ്ടാവുന്നില്ല, അവര് വന്നു പോയാല് ഉണ്ടാകുന്നില്ല. അത്രയും സേഫ് ആയിട്ടാണ്, അല്ലെങ്കിൽ അത്രയും സെക്യൂർ ആക്കിയാണ് അവർക്ക് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, അതായത് ഇങ്ങനെയുള്ള സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ വർക്കിംഗ് ആണ്. ഇവരുടെയൊക്കെ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള അറ്റൻഷൻ ഒക്കെ കൂടുതലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോ VIP-കൾക്ക് അഥവാ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് ആര് തന്നെയാണ്? ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. ഇനി maintain a polite and humble personality while attending to the guest. അതുപോലെ തന്നെ എന്താണ്, ഈ അതായത് ഗസ്റ്റുകളോട് സംസാരിക്കുമ്പോൾ, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലെ, വളരെ ബഹുമാനത്തോടു കൂടിയും വളരെ മാന്യതയോടു കൂടിയൊക്കെ എന്ത് വേണം, സംസാരിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ആര് തന്നെ ആയാലും, ഇപ്പൊ കസ്റ്റമർ ആയാലും അല്ലെങ്കിൽ പേഷ്യൻസ് ആയാലും ആര് തന്നെ ആയാലും വളരെ നല്ല രീതിയിൽ പൊളൈറ്റ് ആയിട്ട് ഹമ്പിൾ ആയിട്ട് പെരുമാറുക. ഇനി അടുത്തത്, പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ദ ഇൻഫോർമേഷൻ ദാറ്റ് ക്യാൻ ബി പൊട്ടൻഷ്യലി ആസ്ക്ഡ് ഫോർ അലോങ് വിത്ത് ദ ഡോക്യുമെന്റ് നീഡ്. അതായത് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഇപ്പോ ആളുകള് എന്തെങ്കിലും, ഇപ്പോ പേഷ്യൻസ് ആയാലും വിസിറ്റേഴ്സ് ഒക്കെ ആയാലും എന്തെങ്കിലും ആവശ്യങ്ങളുമായിട്ട് ഇയാളുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ ആരായുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതായത് ജസ്റ്റ് വന്ന് ചോദിച്ചു അതിനുള്ള മറുപടി മാത്രം കൊടുക്കുകയല്ല വേണ്ടത്. എന്താണ് അയാൾ ചോദിച്ചത് അതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ ആവശ്യകത. ഓക്കെ. ഇനി ടേക്ക് കെയർ ഓഫ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദ ഗസ്റ്റ് മൈറ്റ് നീഡ് എനി ആൻഡ് ഫോർ ടു അവോയ്ഡ് എ ലാസ്റ്റ് മിനിറ്റ് ക്രഷ്. അതായത് ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുള്ള ഗസ്റ്റുകളെയും വിസിറ്റേഴ്സിനൊക്കെ എന്താണ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോ എല്ലാവരെയും, ഈച്ച് ആൻഡ് എവറിത്തിങ്, ഓരോരുത്തരെയും അതാത് സമയത്ത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇയാൾക്ക് ആ ഒരു അവസാന നിമിഷത്തെ ഒരു തിടുക്കം ഉണ്ടാവില്ല. അതായത് എല്ലാവരും കൂടി മറിയില്ല. കാരണം കുറെ ആളുകളെയാണല്ലോ ഇവര് എന്താ പറയാ വെൽക്കം ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയം കൊടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയാല് എന്ത് ചെയ്യില്ല, ഇവർക്ക് അധികം പ്രശ്നം വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ചെക്ക് ദ അമ്യൂണിറ്റീസ് ഫോർ ദെയർ ക്വാളിറ്റി ആൻഡ് പ്രോപ്പർ പ്രൊവിഷൻ ടു ലീവ് നോ ഗ്രൗണ്ട് ഫോർ കംപ്ലൈൻസ്. പിന്നെ എന്താണ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ഇപ്പൊ ക്വാളിറ്റി ആണെങ്കിലും, ഇപ്പോ ആ ഒരു ഹോസ്പിറ്റൽ കൊടുക്കുന്ന ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതാണ് ചെക്ക് ചെയ്ത് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാല് ഇവർക്കെതിരെ എന്തുണ്ടാവില്ല, അധികം കംപ്ലൈന്റുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ.
ഇനി എൻഷുവർ മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഇൻഫോർമേഷൻ ഇൻ ദ ഡാറ്റാബേസ്. പിന്നെ പേഷ്യൻസിനെ കുറിച്ചിട്ടാണെങ്കിലും ഗസ്റ്റുകളെ കുറിച്ചിട്ടാണെങ്കിലും വിസിറ്റേഴ്സിനെ കുറിച്ചിട്ടാണെങ്കിലും ഡാറ്റാബേസിലുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആര് തന്നെയാണ്, ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസറാണ്. അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് സെപ്പറേറ്റ് റൂം ഒക്കെ ഉണ്ടാവും. ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റത്തിലൊക്കെ എന്ത് ചെയ്യണം, ഇവരുടെ അടുത്ത് വന്ന ആളുകളുടെ ഡാറ്റാബേസിലുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, ഫീഡ് ചെയ്ത് വെക്കണം. ഓക്കെ. ഇനി വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം വെൻ എവർ നീഡഡ്. അതുപോലെ തന്നെ ഇവരുടെ സുപ്പീരിയർ ആയിട്ടിരിക്കുന്ന ആളാണ് എന്ത്, മാനേജർ എന്ന് പറയുന്നത് അല്ലെ. പല മാനേജർമാരും ഉണ്ടാവാറുണ്ട് ഹോസ്പിറ്റലില്. അപ്പോ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ത് ചെയ്യണം, അയാളുമായി ബന്ധപ്പെട്ട് ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജർ ഉണ്ടാവും, അവരുടെ സുപ്പീരിയർ ഉണ്ടാവും. ആ മാനേജറുമായിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കണം. അത് എന്താണ് ഫർദർ, അത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അയാളുടെ സുപ്പീരിയറുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയാണെങ്കിൽ. ഓക്കെ. ഇനി ഹാവ് എ ത്രോ നോളജ് ഓഫ് ഹോസ്പിറ്റൽ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷനിങ്. അതുകൂടാതെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ആയിട്ടുള്ളതും നോൺ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആർക്ക് അറിവുണ്ടായിരിക്കണം, ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് എന്തുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ എന്താണ് ക്ലിനിക്കലായിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ അതിന്റെ നോൺ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെ പ്രോപ്പർ ആയിട്ട് നോളജ് ഈ ഒരു ആൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ പറയട്ടോ, പറഞ്ഞുതരാം. മനസ്സിലാവാത്തുണ്ടോ എന്തെങ്കിലും? മനസ്സിലായി മാം. ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ആരാണെന്ന് പറഞ്ഞേ. Guest relation coordinator or guest relation specialist. Guest is a customer service centered employee. ട്ടോ. നമ്മൾ സ്പെസിഫിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞില്ല. എന്തൊക്കെയാ സ്പെസിഫിക് പ്രോബ്ലംസിൽ വരുന്നേ? ഓരോന്നായിട്ട് പറഞ്ഞേ. സ്പെസിഫിക് പ്രോബ്ലംസ് എന്തൊക്കെയാ വരുന്നേ? Inappropriate documentation. Inappropriate documentation. പിന്നെ misbehave with the patients. പിന്നെ In absence of appointment system. പിന്നെ interruption of consultation or investigation. Lack of privacy. Ineligible handwriting of doctors. Polypharmacy. പോളിഫാർമസി. ഈ എന്താ പോളിഫാർമസി പറയുമ്പോ അതുകൊണ്ട് എന്താ പ്രോബ്ലം വരുന്നത്? അതായത് ഒരു ഇത് തന്നെ, അതായത് മീൻസ് അവർ പറയുന്നത്, അതായത് ഒരു മരുന്നല്ല, ഒരു രോഗി തന്നെ പലതരത്തിലുള്ള മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഇത് കഴിക്കണോ വേണ്ടയോ, എപ്പോഴാണ് ഇതിന്റെ ഒരു ബ്രേക്ക് വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറില്ലേ രോഗികളില്? അതാണ് ഇവിടെ സ്പെസിഫിക് പ്രോബ്ലം ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ. Queues are not properly maintained. Medicines are not always available at a pharmacy. പിന്നെ use of trade name അല്ലെങ്കിൽ different named medicines of same genre. No clear advice. പിന്നെ wrong medicines are given by pharmacist. Insufficient and unclean toilets. Okay. ഇനി മെത്തേഡ് എന്തൊക്കെയാണ് ഇത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡുകള്? Adequate directional sign. Quick computerized registrations. പിന്നെ quick retrieval. Multiple and multi-purpose fee collections on. Adequate number of doctors as per patient volumes. Token display system. Multiple blood collection. പിന്നെ adequate seating capacity. Screening of OP by junior doctors.
In a queuing theory is a scientific and mathematical way of solving problem of overcrowding. Avoid queue of jumping, the act of going ahead of other people, waiting in the line something instead of waiting one's turn. Maintain punctuality, redressal of grievances. അതെന്താ മാം? പരാതി പരിഹാരം കേട്ടോ, പരാതി പരിഹാരം, അതാണ് റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ്. അതായത് ആളുകൾ എന്തെങ്കിലും പേഷ്യൻസ് വന്ന് പരാതികളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുക കേട്ടോ, അതാണ്. പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. ഓക്കെ. ഇനി ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് പറഞ്ഞേ. ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റീസ്. Assist patients, families by answering the questions. Explain hospital policies, customer service, resolve issues related to hospital service. Injuries requested by the guest. Check if adequate welcome facilities are available for everyone. Attend to cases with more attention. Maintain polite and humble personality while attending the guest. Provide detailed description of all information. Take care of each and everything the guest might need for. Check the amenities for their quality and proper provisions to leave no ground complaint. Ensure maintenance of proper information in the database. Work in close contact with the manager and get in touch with him. Have knowledge of the hospital medicine and non-medical department and its function. എത്ര ഉള്ളോ? എത്ര ഉള്ളു അല്ലേ? ഓക്കെ. അപ്പൊ നാളെ വരുമ്പോ ഈ ചാപ്റ്റർ പിന്നെ ഏതാ പിന്നെ നമ്മള് നിങ്ങളോട് എന്തെങ്കിലും ഒരു എക്സാം എന്തെങ്കിലും നടത്തിയായിരുന്നോ? ചോദ്യം ചോദിച്ചായിരുന്നോ അപ്പോഴെങ്കിലും? ഇല്ലല്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്റെ 3rd ചാപ്റ്റർ എടുത്തു, പിന്നെ 4th ചാപ്റ്റർ എടുത്തു, ഇപ്പൊ 6th ചാപ്റ്റർ അല്ലേ? ഈ 3 ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. എക്സാം ഒന്നും എടുക്കലുണ്ടാവില്ല, വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കലുണ്ടാവുള്ളൂ, കാരണം നമുക്ക് ടൈം കുറവല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക എല്ലാരും കേട്ടോ. ഏതൊക്കെയാണ്? 3rd ചാപ്റ്റർ, 4th ചാപ്റ്റർ, 6th ചാപ്റ്റർ. അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തതില് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നാളെ ചോദിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ മനസ്സിലായല്ലോ? എന്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്റെ ഡ്യൂട്ടിയാണിത് കേട്ടോ. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ് എന്തൊക്കെയാ ചെയ്യുന്നേ? കേസ് ഷീറ്റ് പാസ് ചെയ്യുന്നു, പിന്നെ ബേസിക് ഡീറ്റെയിൽസ് പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, മെഡിക്കൽ റെക്കോർഡ് തുറക്കാനായിട്ട് സഹായിക്കുന്നു, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തുന്നു, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു ആവശ്യമെങ്കിൽ, പിന്നെ OPDയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡ്സ് എത്ര നാൾ വരെയാണ് സൂക്ഷിക്കുന്നത്? 3 years. 3 years കേട്ടോ. ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആള് എന്താ പറയാ, അവിടെ നിന്ന് തുടങ്ങി ഒരു 3 വർഷക്കാലമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെക്കോർഡുകള് OPDയിൽ സൂക്ഷിക്കുന്നത് കേട്ടോ. പിന്നെ OPD രജിസ്ട്രേഷൻ ഫോമിൽ എന്തൊക്കെയാ ഉണ്ടായിരിക്കുക? OPD രജിസ്ട്രേഷൻ ഫോം നെയിം, അഡ്രസ്, പിന്നെ ജെൻഡർ, പിന്നെ എന്താ ഫോൺ നമ്പർ, ബ്ലഡ് ഗ്രൂപ്പ്, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അഡ്മിഷൻ ഫോമിലാണെങ്കിലോ അയാളുടെ പേരും അഡ്രസ്സും ഉണ്ടാവും, പിന്നെ ഡോക്ടറിന്റെ നെയിം ഉണ്ടാകും, പിന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളുടെ പേരുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി മെഡിക്കേഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താ? പേഷ്യന്റിന്റെ മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അയാള് കഴിക്കുന്ന മെഡിസിൻസ്, മുൻകാലങ്ങളിൽ കഴിച്ചിരുന്ന മെഡിസിൻസ്, അതൊക്കെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? മെഡിക്കേഷൻ റെക്കോർഡ്. ഇനി ട്രീറ്റ്മെന്റ് റെക്കോർഡ് ആണെങ്കിലോ എന്തൊക്കെ ട്രീറ്റ് ചെയ്തു എന്നുള്ള കാര്യം. മുൻകാലങ്ങളിൽ അയാൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അയാൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത് കേട്ടോ. ഇനി ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ് ആണെങ്കിലോ ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ. ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ. കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്?
ഇപ്പൊ എന്തെങ്കിലും ഒരു സർജറി വേണമെങ്കിലോ അല്ലെങ്കിൽ പേഷ്യന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോവുകയാണെങ്കിലോ പേഷ്യന്റ് നിർദ്ദേശപ്രകാരം, അതായത് ഡോക്ടറിന്റെ കൺസെന്റ് ഇല്ലാതെ ഡിസ്ചാർജ് ആയി, ഡോക്ടറുടെ സമ്മതം ഇല്ലാതെ ഡിസ്ചാർജ് ആയി പോവുകയാണെങ്കിൽ എന്ത് വേണം? പേഷ്യന്റ് സൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ അതിനുള്ള കൺസെന്റ് ഫോമുകളൊക്കെ അവിടെ ഉണ്ടാവും, ഈ ഒരു OPD സൂക്ഷിച്ചിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ജനറൽ പ്രോബ്ലംസ് ഒക്കെ നോക്കുക, പിന്നെ ഓർഗനൈസേഷണൽ കമ്പോണൻസ് ഓഫ് OPD അതൊക്കെ നോക്കുക, എല്ലാരും നോക്കിയിട്ട് വരിക കേട്ടോ. ഫ്ലോ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളെ നോക്കിയിട്ട് വരിക. ഓക്കെ. Okay, ma'am. അപ്പൊ വൈൻഡപ്പ് ചെയ്യട്ടെ, ഞാനെന്നാ വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നാളെ പുതിയ ചാപ്റ്റർ എടുക്കും ഞാൻ. നാളെ ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് എമർജൻസി കേട്ടോ. ഓക്കെ. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. താങ്ക് യു.